നമ്മൾ ദിലീപിൻ്റെ കഥയാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ ചുമ്മാതെങ്കിലും പറയും, ഒരു ഗുളിയം പോലെ സാറിന് തോന്നുന്നുണ്ടോ ആ പേര്? അല്ല, വെൽക്കം അതിന് ഒരുപാട് പേര് ആലോചിച്ച് ബെന്നിയാണ് അവസാനം പറഞ്ഞ് അയാൾ സെൻട്രൽ ജയിലിൽ തന്നെ ജയിലിലാണ് അയാൾ പ്രസവിച്ച് വീഴുന്നത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്, അയാളെ വീട് എന്നുള്ള അങ്ങനെ പോകുന്ന അയാൾ അവസാനം വലിയൊരു ക്രൈമായിട്ട് ബന്ധപ്പെട്ട് അയാൾ വീണ്ടും ജയിലിൽ നിന്ന്. അപ്പം നമുക്കിങ്ങനെ ജയിലായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വെൽക്കം ടു സെൻട്രൽ ജയിൽ ഹ്യൂമർ കൂടിയുണ്ട്. വെൽക്കം ടു സെൻട്രൽ ഒരു നെഗറ്റീവ് സാധനമല്ലേ, നമ്മൾ ജയിലിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്ന് പറയുന്നത്. അതങ്ങനെ അങ്ങനെ റാഫി ഇവർ ബെന്നിക്കും അല്ല ഈ ദിലീപിന് എല്ലാവർക്കും സൗകര്യമായി ഒരു കൂട്ടായ്മയുണ്ട്. ഈ പേരെങ്ങനെയുണ്ട്, ഇത് അടിപൊളി എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതും എടുക്കാവുന്നതാണ്, അതൊരു അങ്ങനെ എടുക്കാം ഒരു പേര്. ഇപ്പം ലോഹിയും സത്യേട്ടനും കൂടി ഒരു പടം ചെയ്യുന്നു. പടത്തിൻ്റെ പേരൊന്നും സ്വാഭാവികമായിട്ടും സത്യൻ്റെ വളരെ താമസിച്ചാണ് പേരുകൾ അനൗൺസ് ചെയ്യപ്പെടുന്നത്. സത്യന്തിക്കാട് ലോഹിദാസ് സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചെന്ന് പറയുന്നതിനപ്പുറം പേര് ഉണ്ടാവാറില്ല. അങ്ങനെ ലോഹിയോട് ഞാൻ ചോദിച്ചാൽ എന്താ ഈ പേര്? കുടുംബപുരാണം. ഞാൻ വായിക്കുന്നു, ഈ പേരാരെങ്കിലും ഇടും? ഇതൊരു കുടുംബപുരാണം എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ പുരാണം പറയുന്നൊരു കഥ, അതിലൊരു വെറൈറ്റി ഇല്ല. അതാണ് ആ കറക്റ്റ്. ആ പടം സൂപ്പർ ഹിറ്റാണ്. അപ്പം പേരുകൊണ്ടല്ല ഞാൻ പറയണേ, ഒരു പടത്തിൻ്റെ പേര് തീരുമാനിക്കുന്നതിൻ്റെ ഒരു സാധനം പോലെ തന്നെയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു സലാപത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ, അതായത് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ സക്സസ് ആയ സമയത്ത് ഭയങ്കര ആഹ്ലാദത്തിലാണ്. അപ്പോൾ ഞാൻ ലോഹിയും സിന്ധും ഒക്കെ ഇവിടെ വന്നു. ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ പുറത്ത് ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊക്കെ ഉണ്ടാവും. ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി വർത്തമാനം പറയുമ്പോൾ ഇവിടെ സല്ലാപത്തിൽ ഈ മനോജ് ചെയ്ത വേഷത്തിൻ്റെ പേരെന്താ? ഞാൻ മനോജ് ദിവാകരൻ. എന്താ ദിവാകരൻ എന്നിടാൻ കാരണം? അവന് മോഹൻദാസ് എന്നിട്ടൂടെ, പ്രതാപൻ എന്നിട്ടൂടെ, എത്ര പേരുണ്ട്. എന്തുകൊണ്ട് ദിവാകരൻ? ഞാൻ എന്തുകൊണ്ട് ദിവാകരൻ നിന്ന് അല്ല സോറി കേട്ടോ, ഇതിൻ്റെ റിലീസിന് മുമ്പാണ്, റീ റെക്കോർഡിങ് കഴിഞ്ഞ സമയത്ത്. എന്തുകൊണ്ട് ദിവാകരൻ എന്നിട്ടെന്നുള്ളത് ഞാൻ ഏത് പണിയും വരും. ഇപ്പോൾ സുധാകരൻ ഉണ്ടാവും, വേറെ പേരുണ്ടാവും. ആ പേരിനൊരു കാര്യമുണ്ട്. ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനാണ് സകല ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്നത്, പകൽ മുഴുവൻ അവരെ സംരക്ഷിക്കുന്നു. പക്ഷേ അയാളുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്, താപമാണ്, കരിഞ്ഞു പോകാടുത്ത് പോയി. ഇതാണ് ദിവാകരൻ്റെ ക്യാരക്ടറൈസേഷൻ. അയാളാണ് രാധയുടെ രക്ഷകനും രക്ഷിതാവും, അവളെ കല്യാണിക്കാൻ ആഗ്രഹിക്കുക ഒക്കെ അയാളാണ്. പക്ഷേ അയാളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു അകാര്യം എന്ന് കഴിഞ്ഞാൽ എളുപ്പം ഭയങ്കര ചൂടാണ്. മറ്റേ ശശികുമാറാണ്. ശശികുമാർ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ എപ്പോഴും കവിഭാവനയിൽ പ്രണയത്തിൻ്റെ പരിവേഷമായിട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രതീകാത്മകമായിട്ട് വയ്ക്കുന്നത് ചന്ദ്രനെയാണ്. അയാളടുത്ത് അവൾക്ക് അപ്രോച്ച് ചെയ്യാം. അയാൾക്ക് പ്രണയമുണ്ട്, പ്രണയഭാവമുണ്ട്. അല്ല അങ്ങനെ ഞമ്മനും പേരിടുന്നതിൽ പോലും അങ്ങനെ ചില തിലക്കരാകൃത്തുകൾ ചിന്തിക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ അതിനുശേഷമാണ് ഈ ദിലീപിന് പൊല്ലാപ്പും ജയിലും അപ്പോൾ തമാശയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല പണിയെ കാണിച്ച ദിലീപ് പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം അതിൻ്റെ അവസ്ഥയൊക്കെ മാറിയില്ല. കാരണം ആ സിനിമ ഇറങ്ങിയ ഒരു 5-8 മാസത്തിന് ശേഷമായിരിക്കണം ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, ജയിൽവാസമൊക്കെ വരുന്നത്. അറസ്റ്റ് ഇഷ്യൂ ഉണ്ടായി, അറസ്റ്റ് ഉണ്ടായി, ജയിൽവാസത്തിലേക്ക് വന്നപ്പോഴേക്കാണ് അത് ഇതായിട്ട്. പിന്നെ ഒരു പ്രാവശ്യമായിട്ട് അതിൻ്റെ ട്രോള് വന്നു എന്നല്ലാതെ പിന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഇതിൻ്റെ കേസിൻ്റെ ഒരു ഗൗരവ തലം നിൽക്കുന്നതുകൊണ്ട് ഇത് പിന്നെ വലിയ ട്രോളിങ്ങിലേക്ക് പോയില്ല. പ്രാവശ്യമായിട്ട് ട്രോൾ ചെയ്യുന്നു. സുന്ദർ സാർ ആദ്യം പറഞ്ഞ സംഭവിച്ചാൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുന്ന ദിലീപ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഫ്ലെക്സിബിലിറ്റി പോയി, അദ്ദേഹത്തിന് മനസ്സിൽ ടെൻഷൻ, ഈ പടങ്ങൾ വിജയിക്കുന്നില്ല. അപ്പോൾ എന്താ ദിലീപ് എന്ന് പറയുന്നത് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഒരു കാലഘട്ടം? അല്ല, ദിലീപ് എന്നുള്ള ആളുടെ തിരിച്ചു ഞാൻ അയാളുടെ ആക്ടിങ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നിസ്തൂലമായ സാധനം. ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഏത് വേഷത്തിനെ കൊണ്ടും അയാളുടെ ശരീരഘടനയ്ക്ക് യോജിക്കുന്ന, എപ്പോഴും ശരീരഘടന ഒരു എന്താ പറയുക, ഒരു ഘടകം തന്നെയാണ്, ഒരു ക്യാരക്ടറൈസേഷൻ. അയാൾ കഴിക്കുന്ന ഏത് കഥാപാത്രം അയാൾക്ക് ചെയ്യാൻ പറ്റും. വില്ലനായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. വില്ലന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ. പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഇത് പല സിനിമകളിപ്പം പരാജയപ്പെട്ടു എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇയാൾ ജയിൽ വിമോചനൻ്റെ ആ ആഴ്ചയിലാണ് രാമലീല ഇറങ്ങുന്നത്. സൂപ്പർ ഹിറ്റായിരുന്നു ആ പടം, അരുൺ ഗോപിയുടെ പടം. അയാൾ ജയിലിൽ പോയി എന്നപ്പോൾ ഈ പടം പൊട്ടണ്ടേ? സിനിമ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന സക്സസ്സിലേക്ക് എത്തുകയും നമ്മൾ വിചാരിക്കാത്ത പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. അതിപ്പം ദിലീപിന് ജനപ്രിയത്വം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കഥയുടെ കുഴപ്പമാണ്, പറഞ്ഞു തരുന്നതിൻ്റെ കുഴപ്പമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എത്രയോ സിനിമകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്ര സിനിമകൾ പേരെടുത്ത് പറയാൻ തന്നെയുള്ള വലിയ താരങ്ങളുടെ ആയാലും അല്ലാത്ത ഇത്ര കൂട്ടുകെട്ടുള്ള സിനിമകൾ വൻ പരാജയമായി തീർന്നുണ്ട്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സിനിമ വൺ ഹിറ്റുമായിട്ട് പ്രേമലു എന്നുള്ള സിനിമ. പ്രേമലു ആരാണ് നമ്മൾ പറയുന്ന ഒരാൾ, നസ്രി എന്നുള്ള
ഹോമിൽ ഇതിലൊക്കെ അഭിനയിച്ച നല്ല രസമുള്ള പയ്യനാണ്, ചെറുപ്പക്കാർ പയ്യൻ. അവനും വേറെ രണ്ട് മൂന്ന് പിന്നൊക്കെ പുതിയ ആൾക്കാരല്ലേ. ഇപ്പോൾ ദിലീപ് നല്ലൊരു അല്ല ഞാൻ ഒരു ദിലീപിന്റെ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുക സിംഹാസനം. അല്ല ഞാൻ പറഞ്ഞു ദിലീപ് ആപ്റ്റായിട്ട് ഇത് എപ്പോഴും ഒരു എന്താ പറയുക, ചില ആൾ ഞാൻ കുറേ ആൾ സിനിമ കാണുന്ന ആളാണ്. അല്ല സാറ് ഒരുപാട് പടം അദ്ദേഹത്തെ ചെയ്തിട്ടും. അല്ല അതല്ല ഞാൻ പറഞ്ഞു ദിലീപിൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആവേശം കണ്ടോ, ഞാൻ പിന്നെ കണ്ടു, എന്ത് പടം ഞാൻ ആസ്വദിച്ചു. നമ്മൾ ഇന്ന പടം ആസ്വദിക്കൂ എന്ന് പറഞ്ഞിട്ട് കസേര പോയിരുന്നിട്ട് സിനിമ കാണരുത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ആ സിനിമ അറിയിക്കുന്ന പരിഗണന കൊടുത്തിട്ട് വേണം ആ സിനിമ കാണാൻ. ആവേശം ഇങ്ങനൊരു സിനിമയാണ്, ഇതിന് നമ്മൾ ട്രെയിലർ ഇപ്പം ഭയങ്കര എളുപ്പമാണ് തിരഞ്ഞെടുക്കാൻ. റിവ്യൂസ് ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കൊന്നു വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല അപ്പനി ഉണ്ടാവും, അതിൽ ടീസർ ഉണ്ടാവും, ട്രെയിലർ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടണി പോയാൽ നിങ്ങളുടെയും വലിയ വടിയെടുത്തിട്ട് പോയി കാണണമെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഫാക്ടർ ഉണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആവശ്യം ഞാൻ സിനിമ ആസ്വദിച്ചാണ്. അതുപോലെ ഇപ്പോൾ പ്രേമലിന് ശേഷം വന്നിട്ടുള്ള നമുക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സിനിമകൾ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവും, ഇത്ര വേണ്ടിയില്ലായിരുന്നു, അത് നമ്മുടെയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമയ്ക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു, പ്രേക്ഷകർ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു എന്തോ ഒരു അല്ല അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിപ്പം അതിൻ്റെ സത്യമെന്ന് പറയുന്നത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇങ്ങനെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ജനപ്രിയത്വം കുറച്ച് കുറഞ്ഞു കാണും. അല്ല ആര് വന്നാലും ഇപ്പം ഞാൻ എത്ര കാലമായി ആൾക്കാർ വരുന്നു, മമ്മൂട്ടി മോഹൻലാലും അവിടെ നിൽക്കുന്നുണ്ട് 30-35 വർഷമായിട്ട് അവരവിടെ ഉണ്ട്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ അവർ നിൽക്കും, യാതൊരു മനസ്സിലെ കാര്യത്തിൽ. സാറിൻ്റെ പൗരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പരീക്ഷണ ചിത്രമായിട്ട് എനിക്ക് തോന്നി. കാരണം ജയറാമിൻ്റെ ആ ഒരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് ക്യാരക്ടറായിട്ട് ജയറാമൻ അതിൽ അത് മനഃപൂർവ്വം ചെയ്തതാണ്, ജയറാമിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചു. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോൾ കഥ പറയുന്നത് എൻ്റെ അടുത്ത് പുതിയൊരാളാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്ന സാധനം. പുള്ളി പറഞ്ഞിട്ട് ഒരു 2 കഥ പറഞ്ഞില്ല, ഒരു കഥ ഞാൻ ഈ കഥ ആലോചിക്കാം. ഇത് ഞാൻ പൊളിറ്റിക്കൽ സാധനം ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യാത്തൊരു ജോണർ ആലോചിക്കാം. ജോണർ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവം എന്നല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കലിൻ്റെ ഭയങ്കര ഒരു വലിയൊരു നേതാവിൻ്റെ ബയോഗ്രഫി ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്കറിയാം. എനിക്കറിയാം, ഈ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ CPM-ലെ ആൾക്കാരാണ്. ഞാൻ CPM അല്ല, ഞാനങ്ങനെ CPM കാരണമല്ല, പക്ഷേ എൻ്റെ ഒരുപാട് അടുത്ത ദിവസവും CPM-ലെ ആൾക്കാരാണ്, പല അധികാരമായിട്ട് പറയാം. കോൺഗ്രസ്സിലും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ 2 ഭാഗത്തും ആരും എല്ലാം ശരിയും ആരും എല്ലാം തെറ്റൊന്നുമില്ല, എല്ലാവരുടെ ഭാഗത്തും തെറ്റും ശരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ആര് ചെയ്യും നമുക്ക് ആലോചിക്കാം. അതിനെ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന് അതിലും ഡയലോഗ്സൊക്കെ നല്ല ഷാർപ്പ് ഡയലോഗ്സ് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ജയറാമിനെ അപ്രോച്ച് ചെയ്തു. മനസ്സിനക്കര എന്നുള്ള ലൊക്കേഷനിലാണെന്നാണ് തോന്നുന്നു. ഷൂട്ട് നടക്കുന്ന സമയത്ത് സത്യേട്ടൻ്റെ ലൊക്കേഷനിൽ പോയിട്ടാണ്, പട്ടാമ്പിയിലാണ് ഞാൻ. അപ്പോൾ ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ എനിക്ക് എന്നാൽ പിന്നെ ഇത് ജയറാമിനോട് ആലോചിച്ചാലോ, ഇതിപ്പോൾ ആരും ചെയ്യാം, ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇന്ന കാറ്റഗറി ഒരാൾ ചെയ്താലേ നിൽക്കുള്ളൂ എന്ന് പറയുന്നില്ല. അയാൾ ഇതൊരു എന്താണ് റെപ്രസെൻറ്റേഷനാണ്. ദിവാകരൻ എന്ന് പറയുന്ന MLA ഒരു റെപ്രസെൻറ്റേഷനാണ് സാധാരണക്കാരൻ്റെ. അപ്പോൾ ഒരുപാട് പേരുണ്ട് അതിന്, ഒരു മുഖങ്ങൾ അതിനുണ്ടാവും. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് അല്ല ദിലീപ് ജയറാമിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ കിട്ടി. 2 ദിവസം കഴിഞ്ഞ് കിട്ടി. സംസാരിച്ചു, സുന്ദർജി വരൂ. ഞാൻ എന്നാണ്ട് അപ്പം പുള്ളി അന്ന് ചെണ്ട ഗുരുവായൂർ പോകുന്നുണ്ട് എന്തോ കാലത്ത്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കാണാൻ. ഞാൻ എനിക്കന്ന് നാളെ വരാം, പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. എനിക്കന്ന് വരാൻ പറ്റില്ല, ഞാൻ 3 ദിവസം കഴിഞ്ഞെത്തുള്ളൂ. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഫ്രീ ആയ സമയത്ത് നിങ്ങൾ ഉച്ചവരെ ഫ്രീ ആയ സ്ഥിതിക്ക് എൻ്റെ തിരക്കഥാകൃത്ത് സജീവം വരും, നിങ്ങൾ വരുന്നില്ല. ഞാൻ വരുന്നില്ല, നിങ്ങൾ കേൾക്ക്. ഓക്കെയാണ്, ഞാൻ 2ാമത്തെ വരവില്ല ഞാൻ വരാം. അതിന് കേട്ട് പുള്ളി വിളിച്ചില്ല, വൈകുന്നേരമായിട്ട് തിരിച്ച് വിളിക്കാൻ തന്നെ വിളിച്ചിട്ടില്ല. ഈ പയ്യൻ വിളിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ട് ജയറാം സാറ് കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ഓക്കെ, എന്നെ വിളിച്ചിട്ടില്ല, ചെയ്യാൻ പറ്റുമെന്നറിയില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ആയിരിക്കണം. ജയറാമെന്നും പറഞ്ഞപ്പോൾ നമുക്കിനെ അയാളിൽ കൂടെ ജയറാമിനെ കാണാമല്ലോ നമ്മൾ. അപ്പോൾ നമ്മളത് ജയറാമാണ് ആപ്റ്റെന്ന് നമുക്കാണ്ട് വിശ്വസനീയമാവുന്നൊരു തരത്തിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കിടക്കുന്നത്. അപ്പോൾ മാത്രമല്ല ജയറാം ഒരു മാറ്റത്തിൻ്റെ ആഗ്രഹിക്കുന്ന സമയം കൂടിയാണ് ആയിരിക്കും. അപ്പം ജയറാം ഞാൻ വെച്ചു ഞാൻ എങ്ങനെയുണ്ട് സുന്ദരി നമ്മൾ ചെയ്യുന്നു ഗംഭീരമായിട്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. അയാളും കൂടി ഇഷ്ടപ്പെട്ടു. അയാൾ ഓരോ സീനിലും അയാൾ ചെയ്യുമ്പോഴും ഞാൻ അത് ചെയ്യേണ്ടല്ലോ, നമ്മളിതൊരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അയാൾക്ക് ബോധമുണ്ട്. അല്ല എല്ലാ നടന്മാർക്കും ഉണ്ടാവും ബോധം. സ്ഥിരം ചെയ്യുന്ന അതൊന്നും ഇല്ലാതെ അയാൾ വളരെ രസമായിട്ട്, രസം എന്ന് വെച്ചാൽ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ബോഡി ലാംഗ്വേജിലാണ് അയാൾ നിന്നതെന്നുള്ളതാണ്. അതെല്ലാം നടന്മാരും അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ കാണാതെ പോകുന്നതാണ് പലതും. ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനും ഒരു കഥാപാത്രത്തിന് യോജിക്കുന്ന. ഇപ്പം മമ്മൂക്കയുടെ ഈ എന്താണ് നമ്മുടെ പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിൻ്റ് എന്നുള്ള സിനിമ
ഗംഭീരമായിട്ട് അയാൾ ചെയ്തു തൃശ്ശൂർക്കാരനായിട്ട്. അല്ല ഞാൻ പറയാം, എല്ലാവരും ചെയ്യുന്നത് അവർക്കെന്തെങ്കിലും ഇൻപുട്ട് ഇടാനുണ്ടോ, അതിന് നല്ല ഔട്ട്പുട്ട് വരുമോ എന്ന് ചിന്തിച്ചിട്ട് എല്ലാ സിനിമ നടന്മാരും ചെയ്യുന്നത്. ചിലത് മിസ് ജഡ്ജിൽ പോകുന്നതാണ്. ഇത് ചിലപ്പോൾ ഏൽക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ഏൽക്കാതെ പോകും. ഒരു വൻ വിജയമാവേണ്ട ഒരു സംഭവമായിരുന്നു, പക്ഷെ അതിനകത്ത് പൗരം വിജയിക്കേണ്ട ഒരു സിനിമയായിരുന്നു, അതെനിക്കും തോന്നിയിട്ടുണ്ട്. അതിന് ഒരു ഫ്ലോ എന്ന് പറയുന്നുണ്ടായില്ല, യൂഷ്വൽ ക്ലൈമാക്സ് അല്ല. ക്ലൈമാക്സിന്റെ പ്രശ്നമായിരുന്നു. ക്ലൈമാക്സ് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. നായികയെ പറ്റിയുള്ളൊരു കൺഫ്യൂഷൻ വന്നല്ലേ, ജയറാം കിട്ടുമോ റിയാസ് ഖാൻ കിട്ടുമോ എന്നുള്ളത്. അല്ല, അതല്ല കൺഫ്യൂഷൻ. നമ്മളെ നായകൻ ദിവാകരൻ എന്നുള്ളതാണ് അയാളുടെ പാർട്ടിക്കാരിലെ തലപ്പത്തുള്ള ചരട് വലിക്കുന്ന ആൾക്കാർ കത്തിച്ച് കളയുന്നതാണ് ക്ലൈമാക്സ്. പെട്രോൾ ഒഴിച്ച് തീപിടി വെച്ച് അയാളെ ജീവനോടെ കത്തിച്ച് കളയുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. പിന്നെ അയാളുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ അന്ത്യഭാചനം അർപ്പിച്ചുകൊണ്ടുള്ള സീക്വൻസിൽ ഇവർ വരുന്ന പൂക്കൾ വയ്ക്കുന്നവർക്ക് പിള്ളേർ പ്രതിഷേധിക്കുന്നതാണ്. നിങ്ങൾ കടന്നു പോയതിൽ വെക്കരുത്, ദിവാകരൻ്റെ ഫോട്ടോയിൽ തൊടാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് പറയുന്ന പിള്ളേരിലാണ് നമ്മൾ നിർത്തുന്നത് സിനിമ. അതൊരു നല്ലൊരു ഇതായിട്ട് വന്നു. പക്ഷേ ശരിക്കും വേണ്ടിയിരുന്നത് ഇയാൾ ചിലപ്പോൾ നമ്മൾ ജനം പ്രതീക്ഷ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ കൂടി കഥയ്ക്ക് ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് ജനത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന കഥകളുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ജനപ്രതീക്ഷ, ആ ക്ലൈമാക്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ചെയ്ത സിനിമയല്ല പറയണേ, വലിയ വലിയ സിനിമകൾ, ചില സിനിമകൾ ആവശ്യപ്പെടുന്നൊരു ക്ലൈമാക്സ്. കിരീടം എന്നുള്ള സിനിമ ഞാൻ ചെയ്തല്ല, എൻ്റെ ഗുരു ചെയ്തതാണ്, സാർ ചെയ്തത്. കിരീടം എന്നുള്ള സിനിമയിലെ ക്ലൈമാക്സിൽ അയാൾ ഒരാളെ കൊന്നിട്ട് നിൽക്കുക, നായകൻ. നാട്ടുകാരുടെ മുമ്പിൽ മോഹൻലാലാണ് നിൽക്കുന്നത്, സേതുമാധവനല്ല. ഇത് പരാജയപ്പെടും. ഒരു കൊലപാതകം ചെയ്തിട്ട് കാളവണ്ടി ചക്രത്തിൻ്റെ ഇടയിൽ കത്തി പിടിച്ച് നിൽക്കുന്ന ഒരാളിൽ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ടൈലൻ്റ് എന്ന് പറയുന്നത് രാമപുരം പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് ബോർഡിൽ വാണ്ടതിൽ ഇയാൾ പാസ്പോർട്ട് സൈഡ് ഫോട്ടോ പതിക്കുന്നിടത്താണ് കിരീടം സിനിമ അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമാക്സ് പൗരന് കൊടുക്കാൻ പറ്റിയില്ല. അല്ല, നല്ല ക്ലൈമാക്സിൽ നിന്ന് ജനം ഇങ്ങനെ ആയിരിക്കും ആഗ്രഹിച്ചേക്കാന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കറിയില്ല, പരാജയപ്പെടാൻ വേറെ കാര്യങ്ങൾ. ഇതതിന് പൗരനിലെ ക്ലൈമാക്സ് കറക്റ്റായിട്ട് പൗരനിലെ ക്ലൈമാക്സ് ആ കഥയ്ക്ക് ആവശ്യപ്പെടുന്ന ക്ലൈമാക്സ് തന്നെയാണ്. പക്ഷെ അത് ജനം അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇറ്റാനെന്ന് നമ്മൾ പറയുന്നതാണ്, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നതാണ്, അതിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവിടെ ജയറാമിനെ കത്തിക്കാൻ വരുമ്പോൾ അവിടെ പിള്ളേർ വന്നിട്ട് ഏറ്റെടുക്കുകയും ജയറാം എല്ലാം കൂടി പേര് നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു തീരുമാനത്തിൽ ജയറാമിന് അങ്ങനെയുള്ള ക്യാരക്ടർ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കാമോ ഒരു പക്ഷേ? അങ്ങനെ എനിക്കറിയില്ല. കാരണം അതിനുശേഷം ഇപ്പം മനസ്സിനക്കര എന്നുള്ള സിനിമയിൽ ജയറാം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു യൂഷ്വൽ ജയറാം എന്ന് നമ്മൾ പറയുന്ന പ്രേക്ഷകർ യൂഷ്വൽ ജയറാമിൻ്റെ പാറ്റേണിലല്ല അയാൾ ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു അവിടെ അപ്പനെ സ്നേഹിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള അപ്പനായിട്ട് മേടിച്ചു. അപ്പോൾ അങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ക്ലൈമാക്സുകൾ കത്തിച്ച് കളഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും രാഷ്ട്രീയമാവാം. CPM ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനും കുറ്റം പറഞ്ഞിട്ടുണ്ട്, കുതികാൽ വെട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടാതെ പോയതാണ് നമുക്കറിയില്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് സുന്ദരദാസ് എന്ന് പറഞ്ഞ ആൾ പൗരം പോലെ സിനിമ ചെയ്യാനുള്ള ആളല്ല. അല്ലാന്ന് വെച്ചാൽ ഇതൊക്കെ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ചെയ്യേണ്ട ആളെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ. ഇതെന്ത് രഞ്ജി പണിക്കർ ഷാജികൾ ചെയ്ത് ചിലപ്പോൾ ഇതിനും ബെറ്ററായിട്ടുള്ളൊരു ഫോമാറ്റിൽ കഥ പറയാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നമ്മളും ചിന്തിക്കാറുണ്ട്. ഇത് ലോഹി എഴുതിയിരിക്കുന്നത് നന്നായനെ. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ലോഹി എഴുതിയാലും ഇത് തന്നെയായിരിക്കും വരും. ഒരു കഥയ്ക്കൊരു അന്ത്യം ഉണ്ടാവുമല്ലോ, അതെപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ.